ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ തട്ടുകട സ്റ്റൈൽ സോയ മസാലക്കറിയാണ്. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി സോയ മസാലക്കറിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിനായി ആദ്യമൊരു പാൻ വെക്കാം. ചൂടാകുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും 2 മീഡിയം സവോളയും ചെറുതായി അരിഞ്ഞ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിളക്കാം. ഇനി ഇത് നന്നായി ഇളക്കി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായി വാടി വന്നാൽ മതി. മൂടി തുറന്ന് ഉള്ളി തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ടോ നോക്കാം. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാലക്കൂട്ട് നന്നായി ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കാം. ഇനി അതേ പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ അരച്ച മസാല പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൂടെ തന്നെ 2.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ വെള്ളമൊഴിച്ച് ഇളക്കിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം സോയ കൂടി ചേർത്ത് കൊടുക്കുന്നു. നല്ല തിളച്ച വെള്ളത്തിൽ സോയ 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം പിഴിഞ്ഞു വാരിയത് 2ആയി കട്ട് ചെയ്തെടുത്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കണം. നന്നായി വെള്ളം വറ്റി മസാലയും സോയയും ചേർന്ന് വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം മല്ലിയില കൂടി ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതാ നമ്മുടെ ടേസ്റ്റിയായ തട്ടുകട സ്റ്റൈൽ സോയ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുകയും വേണം. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.